നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അവിടുത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് എൻ്റെ കൂടെയുള്ളവർ. അവർക്ക് ബ്രില്യൻറ്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അവരുടെ ഇപ്പോഴുള്ള എക്സ്പീരിയൻസ് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. മോനെ, കുഞ്ഞിൻ്റെ പേര്? എൻ്റെ പേര് ഭരത്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. എങ്ങനെയുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്നിട്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇത്രയും ദൂരെ വന്നതും അത്ര നല്ല കോളേജാണെന്ന് പ്രതീക്ഷ അല്ല വന്നത്. പക്ഷേ വന്നതിന് ശേഷം ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അഡാപ്റ്റായി. എൻ്റെ പേര് ദേവിക, വീട് ഷൊർണൂർ. ബ്രില്യൻറ്റിൽ കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് ബ്രില്യൻറ്റിൽ മോഡൽ എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുക അല്ലേ? ഇപ്പോൾ ആ ഒരു ഡിസംബറും ഈ ഒരു ഡിസംബറും നിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്താ? കഴിഞ്ഞ ഡിസംബറിൽ അപ്പോൾ +1 മോഡൽ എക്സാം എന്തോ നടക്കായിരുന്നു. അപ്പോൾ ഭയങ്കര മാർക്ക് കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ നടക്കായിരുന്നു. ഇപ്പോൾ നീറ്റൊക്കെ കിട്ടി. ഇപ്പോൾ കുറേ ഡിസംബറിൽ ഇവിടെ കുറേ പരിപാടി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ നടക്കുന്നില്ല. എൻ്റെ പേര് രോഹൻ, ഞാൻ കൊല്ലം. മോനെ, അപ്പോൾ ആ ഒരു അവിടെ നിന്ന് എഴുതിയ മോഡൽ എക്സാമുകളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സ് ഇപ്പോൾ മോഡൽ എക്സാമൊക്കെ എഴുതാൻ തുടങ്ങാൻ പോവുക. അവർക്ക് മോന് നൽകാനുള്ള ഒരു അഡ്വൈസ് എന്താ മോനെ? അവിടെ മോഡൽ എക്സാമിൻ്റെ സമയത്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്നൊക്കെ എന്താ? മോഡൽ എക്സാമിൻ്റെ സമയത്ത് അവിടെ ടീച്ചേഴ്സ് പറഞ്ഞ കണക്ക് NCERT തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ആപ്പിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കായിട്ട് സെൽഫായിട്ട് അസസ് ചെയ്യാൻ പറ്റും. റെഗുലറായിട്ട് സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയാൽ തന്നെ മതി. അപ്പം തന്നെ ബ്രില്യൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടല്ലോ. എൻ്റെ പേര് ദേവി, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് അല്ലേ? അപ്പം ഈ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നോ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത്, അതോ അതുപോലെ എല്ലാ എക്സാമുകളും എഴുതിയിരുന്നോ? മോഡൽ എക്സാമുകളെല്ലാം എല്ലാം എഴുതുമായിരുന്നു, ഒന്നും സ്കിപ്പ് ചെയ്യല്ലേ അല്ലേ? അപ്പം പഠിക്കുമ്പോൾ കൂടുതലും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമോ, അതോ കൂടുതൽ ഈ മോഡലിൻ്റെ സമയത്തും തിയറിയൊക്കെ വായിച്ചു നോക്കിക്കൊണ്ടില്ല? ആദ്യം തിയറി ഒരു വട്ടം ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് പിന്നെ കൂടുതലും ക്വസ്റ്റ്യൻ ചെയ്ത് അതിൽ കൂടെ എന്താ അറിയാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റുവാണെങ്കിൽ ആ ഭാഗത്ത് വേണമെങ്കിൽ തിയറി നോക്കും അല്ലേ? എൻ്റെ പേര്? എൻ്റെ പേര് ദീപേന്ദു, സ്ഥലം കണ്ണൂർ. എവിടെയാണ്? അവിടെ ഹോസ്റ്റലിൽ എവിടെയായിരുന്നു? ഹോസ്റ്റൽ ഏഞ്ചൽ ഹോസ്റ്റലായിരുന്നു, ഡി ബ്ലോക്കിൻ്റെ അടുത്ത് തന്നെ. അപ്പം നടന്നു വരാവുന്ന ദൂരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, തൊട്ടിപ്പുറത്ത് തന്നെ. ഡി ബ്ലോക്കിലാണ് പഠിച്ചത്? ഡി ബ്ലോക്കിലാണ് പഠിച്ചത്. എങ്ങനെയുണ്ട് ബ്രില്യൻറ്റിലെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ പറയുകയാണെങ്കിൽ? ബ്രില്യൻറ്റിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. സ്റ്റഡിങ് അറ്റ്മോസ്ഫിയർ ആയാലും പിന്നെ അവിടെ പഠിച്ചതുകൊണ്ട് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കമ്പനിയുള്ള ആൾക്കാരെ നേരത്തെ അറിയായിരുന്നു ഇവിടെ വരുമ്പോൾ തന്നെ, അവിടെ പഠിക്കുന്നതുകൊണ്ട്. പിന്നെ ഓവറോൾ അവിടെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ. എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അവിടെ കിട്ടണം. അതെ, പിന്നെ തൃശ്ശൂർ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ശരി, തൃശ്ശൂർ അത്യാവശ്യം അടുത്ത് തന്നെ കിട്ടി. സന്തോഷമല്ലേ? ഹാപ്പിയാണ്. അവളുടെ പേര് ദേവനന്ദ, എൻ്റെ വീട് കോഴിക്കോട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ബാക്കി നിങ്ങളുടെ ജൂനിയേഴ്സിന് ഇങ്ങോട്ട് വരാൻ തോന്നണം എങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമല്ലോ. ജൂനിയേഴ്സ് ആക്ച്വലി ഞാൻ കോഴിക്കോട് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വന്നായിരുന്നു. പക്ഷെ തൃശ്ശൂരായപ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ കോളേജ് അറിയപ്പെടുന്നുണ്ടായിട്ട്. ബട്ട് ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷമാണ് ഇറ്റ്സ് ദ ബെസ്റ്റ്. ആക്ച്വലി ഇവിടെയുള്ള സീനിയേഴ്സ് ആക്ച്വലി നല്ല ഹെൽപ്ഫുള്ളാണ്. പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ, പ്രൊഫസേഴ്സൊക്കെ നല്ല കമ്മിറ്റഡ് ആണ്. അവർ ക്ലാസ് എടുക്കുന്നതിലും പ്രാക്ടിക്കൽസ് ആയാലും പിന്നെ കോളേജിലെ സീനിയേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പരിപാടികളൊക്കെ ഇറ്റ്സ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നല്ലതാണ്. ഓക്കെ. എൻ്റെ പേര്? എൻ്റെ പേര് ആദിത്യ, സ്ഥലം മലപ്പുറം. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് അല്ലേ? ഇവിടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട് ടോട്ടല്? ക്ലാസ് 175. അതിൽ ബ്രില്യൻറ്റിൽ നിന്നുള്ള കുട്ടികൾ 110ഓളം അല്ലേ? അപ്പം നിങ്ങൾ അവിടെ ബ്രില്യൻറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ കാലത്തെ പറ്റിയൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ടോ? സംസാരിക്കാറുണ്ട്. ഇവിടെ ഒരു ഹോസ്റ്റലാണോ എല്ലാവരും? മെൻസ് ഹോസ്റ്റൽ. അവിടെയും ഒരുമിച്ച് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ടോ? 2-3 ആൾക്കാരുണ്ട്. അപ്പം നിന്റെ ജൂനിയേഴ്സിനോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? എല്ലാവരോടും ഇപ്പോൾ നന്നായി പഠിക്കുക. മോഡൽ തുടങ്ങാൻ പോകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെക്കുക. മോഡലാകുമ്പോഴേക്കും എല്ലാം കവർ ചെയ്ത് പോവുക. അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവുക അല്ലേ? തീർച്ചയായിട്ടും വിജയം കൈവരും. നീ ഹാപ്പിയാ? എൻ്റെ പേര് ഊർമിള, ഞാൻ കോഴിക്കോട് നിന്ന്. അപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിരുന്നു അടുത്ത് ആണ്? അതേപോലെ തന്നെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഒട്ടും ഡ്രൈ ആയിട്ട് തോന്നിയിട്ടില്ല. ഫുൾ എൻഗേജിങ് ആയിരുന്നു. സ്റ്റഡീസ് ആണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും അടുപ്പിച്ചടുപ്പിച്ച് പ്രോഗ്രാംസും സ്റ്റഡീസും എല്ലാം ഒരുമിച്ച്. ബ്രില്യൻറ്റിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വന്നതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുമ്പോഴും അതൊരു കൂടുതൽ ബർഡൻ ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇല്ല, ലെക്ചേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല ഫാസ്റ്റ് ആണെങ്കിലും അതിന്റെ കൂടെ കോപ്പ് അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ബ്രില്യൻറ്റ് ഈസ് ദ ബെസ്റ്റ്.